ശ്രീമദ് ഭാഗവതം 332 സ്കന്ധം 12 9-ാമത്തെ അധ്യായം. ഭഗവാന്റെ ശിശുരൂപത്തിലുള്ള മായാദർശനം. ഇതിലൂടെ മാർക്കണ്ഡേയന് അനുഭവത്തിലൂടെ പ്രളയം എന്താണ്, പ്രളയം എന്നുള്ള കാര്യങ്ങളെല്ലാം, എന്താണ് പ്രളയത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. മാർക്കണ്ഡേയന് കാണിച്ചു കൊടുക്കുന്നത് പോലെ നമുക്ക് വിവരണം തരികയാണ്. ഈ ബ്രഹ്മം എന്താണെന്നും ബ്രഹ്മം എങ്ങനെയാണ് പ്രപഞ്ചമായി മാറുന്നതെന്നും അതവസാനം പ്രളയ സമയത്ത് എന്താണ് നമുക്ക് അനുഭവപ്പെടുക എന്നെല്ലാമുള്ള അവസ്ഥകൾ നമുക്ക് വേണ്ടി കഥരൂപത്തിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഒന്നിൽ സൂതൻ പറയുകയാണ്, മാർക്കണ്ഡേയന്റെ സ്തുതിയാൽ നരകനെ സഖാവാക്കിയിട്ടുള്ള നാരായണൻ, നരനെ നരനാരായണൻ എന്നാണ് പറയുക. നരരൂപത്തിലുള്ള പ്രപഞ്ചം ഒരു സാഗരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഊർജം പ്രപഞ്ചം മുഴുവൻ മാറിയിട്ടുണ്ട്, വ്യാപിക്കുന്നു. ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പം ആ ഊർജം തന്നെ ഊർജമാകുമ്പോൾ തരംഗ രൂപത്തിൽ ഒരു സമുദ്രമായിട്ടെല്ലാം ചിത്രീകരിക്കും. അപ്പോൾ ആദ്യം പ്രപഞ്ചത്തിൽ ഏതോ ഒരു ഊർജമുണ്ട്. അത് സാധാരണ നമ്മുടെ ഊർജമല്ല, അതാണ് നമ്മുടെ ബൗദ്ധിക ഊർജമായി മാറുന്നത്. അത് പ്രപഞ്ചത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. അതിന് അറ്റമില്ല. ചെറുതിൽ ചെറുതും വലുതിൽ വലുതുമായി ഒഴുകുന്ന ഒരു സാഗരം പോലെ ഒഴുകുന്ന ആ ജലസമാനം വ്യാപിച്ച് കിടക്കുന്ന എല്ലായിടത്തും ഒരുപോലെയാണ്. അതിലാണ് നാരായണൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ഊർജത്തിലാണ് നാരായണൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നരനാരായണനായിട്ട് ചിത്രീകരിക്കുന്നു. പ്രീതിയോടെ മാർക്കണ്ഡേയനെ സ്തുതിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു. 2 എന്നിൽ നശിക്കാത്ത ഭക്തിയാൽ തപസ്, വേദജ്ഞാനം, ഇന്ദ്രിയ നിഗ്രഹം എന്നിവയാലും നിങ്ങൾക്ക് സിദ്ധി ലഭിച്ചിരിക്കുന്നു. അതായത് നിനക്ക് വേണ്ട സിദ്ധി കഴിവെല്ലാം ലഭിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? ഏതിലൂടെ? നീ ഒരു ഏകാഗ്ര മനസ്സായത്തോടുകൂടി ശാസ്ത്രതത്വങ്ങളെ, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശക്തിയെ അടക്കം മനസ്സിലാക്കാൻ ശ്രമിച്ചു. വേദജ്ഞാനത്തിലൂടെ എല്ലാ ജ്ഞാനവും നീ നേടിക്കഴിഞ്ഞു. നിന്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നീ നിയന്ത്രിച്ചുകൊണ്ട്, അതായത് മായയെ നീ നിയന്ത്രിച്ചുകൊണ്ട്, അതുകൊണ്ട് നീ സിദ്ധി നേടിയിരിക്കുന്നു. 3 താങ്കളുടെ മഹത്തായ വ്രതാനുഷ്ഠാനം കൊണ്ട് താങ്കളുടെ വിഷയത്തിൽ സന്തുഷ്ടനായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ എല്ലാ കാര്യത്തിലും എനിക്ക് സന്തുഷ്ടിയാണ്. മംഗളം ഭവിക്കട്ടെ. ഇഷ്ടപ്പെട്ട വരം എന്തെങ്കിലും ചോദിച്ചു. വരം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയവാദികൾ, ഇന്നത്തെ ആത്മീയവാദികളാണെങ്കിൽ എനിക്കത് വേണം, ഇത് വേണം, കൊട്ടാരം വേണം, മാളിക വേണം, അതിൻ്റെ അത് ഇതെല്ലാം വേണം എന്നെല്ലാമാണ് പറയുക. പക്ഷേ യഥാർത്ഥ ആത്മീയവാദി എന്ന് പറയുന്നത് അവർക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിന് അപ്പുറത്ത് എന്താണ് വേണ്ടത്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മാർക്കണ്ഡേയൻ 4 ദൈവങ്ങളുടെ എല്ലാം ഈശ്വരനും സർവരുടെയും ദുഃഖം തീർക്കുന്നവനുമായ ഹേ ഈശ്വര, ഈ ദർശനമെന്ന വരം തന്നെ ഞങ്ങൾക്ക് മതിയാണ്. അങ്ങേ ദർശിക്കുകയാണ് നമ്മളുടെ ആഗ്രഹം. അത് സാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലൊന്നും തന്നെയില്ല. കാരണം അങ്ങ് തന്നെ നമ്മൾ ആകുന്നതിന് സമാനമാണ്. ഇതായിരിക്കണം കൃഷ്ണഭക്തി. അങ്ങയെ ദർശിക്കുകയാണ്, അങ്ങയെ മനസ്സിലാക്കുകയാണ്. ഈ ശക്തിയെ മനസ്സിലാക്കിയാണ് നമ്മുടെ ലക്ഷ്യം. ആ ശക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ബ്രഹ്മാദിദേവന്മാർ 5 പറയാണ്, ബ്രഹ്മാദിദേവന്മാർ
യോഗാഭ്യാസത്തിലൂടെ താങ്കളുടെ തൃക്കമലത്തെ കണ്ട് കൃതാർത്ഥരാകുമ്പോൾ ബ്രഹ്മാദിദേവന്മാർ, നമ്മളീ പറയുന്നില്ലേ നമ്മൾ അജ്ഞാനം കൊണ്ട് 33 ദേവകളുണ്ട് എന്ന്, അതെല്ലാം ദേവതകളാണ്, ഈശ്വരനല്ല. ബ്രഹ്മാദിദേവന്മാർ പോലും യോഗാഭ്യാസത്തിലൂടെയും മറ്റുമെല്ലാം അങ്ങയുടെ മാക്സിമം വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന എന്താണ്? അങ്ങയുടെ തൃപ്പാദ കമലത്തിൻ്റെ കണ്ടിട്ട് കൃതാർത്ഥരാവുകയാണ്. ആ നിർഗുണമായ ബ്രഹ്മം, ലോകം മുഴുവൻ വിരാട രൂപത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആ ഈശ്വരൻ്റെ പാദത്തിൽ ഒരറ്റം കണ്ട് ആ പാദം മാത്രമാണ് അവർ കാണുന്നത്. എന്നിട്ട് അവർ കൃതാർത്ഥരാണ്. അപ്പം ഋഷികൾക്ക് പോലും ആ പാദത്തിൻ്റെ അത്രയേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ തന്നെ അവർ കൃതാർത്ഥരാകുമ്പോൾ താങ്കളുടെ ദൃഷ്ടിയാൽ വേറെ എന്ത് വരമാണ് ആവശ്യം? ഞാൻ അങ്ങയെ തന്നെ കാണുകയാണ്, ബ്രഹ്മത്തെ മുഴുവൻ കാണുകയാണ്, ഈശ്വരനെ കാണുകയാണ്. ഇത് ബ്രഹ്മാവിൻ്റെ അവസ്ഥയാണ്. പിന്നെ നമ്മുടെ ആത്മീയവാദികളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ചുക്കും അറിയില്ല. അവർ പറയും 33 ദേവകൾ, അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത് കുറച്ച് പാല് കൊടുത്താൽ അല്ലെങ്കിൽ നെയ്യ് കൊടുത്താൽ അല്ലെ ഒരു വിളക്ക് കത്തിച്ചാൽ നമ്മളെ ആഗ്രഹം എല്ലാം സാധിച്ചാടി ഇരിക്കുകയാണ്. നമുക്ക് വേണിക്ക് പിടിച്ചിട്ട് ഒരു കല്ലിൻ്റെ അകത്തേക്ക് ആക്കി വെക്കാം, ഇതിന് വേണ്ടുന്ന പോയി സൗകര്യത്തിന് പോയി ചോദിക്കാം, അവിടെ പെട്ടിട്ട് അതിൻ്റെ അകത്താക്കി വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളവരെ അവിടെ പോയിട്ട് ചോദിച്ചിട്ട് ഇങ്ങ് എടുത്താൽ മതി, എന്തെങ്കിലും ഒന്ന് കത്ത് കൊടുത്താൽ മതി. ഇതാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചിരിക്കുന്നത്. ബ്രഹ്മാദി ദേവകൾക്കും ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ദർശനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഋഷികൾ. അപ്പം അതെല്ലാണ് ദേവതകൾ. ഈശ്വരനേകനായ അതാണ് ആ ബ്രഹ്മം. ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഭയങ്കര ആത്മീയവാദികളാണ്, നാട് നിറച്ചു ആത്മീയവാദികളാണ്, പ്രഭാഷണത്തിന് ഇറങ്ങി നടക്കുകയാണ്. ഈ എഴുതിയവർ ഏതൊക്കെ ഋഷികൾക്ക് പോലും അതിനെ മനസ്സിലായിട്ടില്ല. നേരം പറയുക എന്ന നിലയിലാണ് കൊണ്ടുപോയി ഞാനിതാ കൈമല പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മളെ കയ്യിൽ ആഹാരിച്ച് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് കൈൻ്റെ അകത്ത്. എന്നാലും ലോകപാലകരായ ബ്രഹ്മാദികളോട് കൂടിയ ജനം, ലോകപാലകരായ ബ്രഹ്മാദികൾ കൂടിയ എല്ലാ ജനവും ഏതുമായാൽ സത്തായ വസ്തുവിൽ ഭേദത്തെ കാണുന്നുവോ, എല്ലാവരും ഭേദത്തെ കാണുകയാണ്. അങ്ങയുടെ മായാൽ ബ്രഹ്മാദികൾ പോലും അങ്ങയുടെ മായാൽ ഭേദം കാണുകയാണ്. ഭേദം കാണുമെന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവാണ്, ഇത് മുസ്ലിമാണ്, ഇത് ക്രിസ്ത്യാനിയാണ്, ഇങ്ങനെയെല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ബ്രഹ്മാദി ദേവകൾക്ക് പോലും ഞാൻ ബ്രഹ്മാവാണ്, മറ്റേത് ശിവനാണ് എന്നുള്ള ചിന്തയും വെച്ച് നടക്കുകയാണ്. ഭേദഭാവത്തോടെ നടക്കുകയാണ് ഇവരെല്ലാം. ബ്രഹ്മാവ് പോലും ഭേദഭാവം കൊണ്ടാണ് നടക്കുന്നത്. കാരണം ബ്രഹ്മാവും ഭൗതിക ഒരു ബലം മാത്രമാണ്, സൃഷ്ടി എന്നൊരു ശക്തി, സൃഷ്ടിക്ക് പിന്നിലെ ശക്തി, അത്രയേ ഉള്ളൂ ബ്രഹ്മാവ്. അതെല്ലാം സൃഷ്ടി പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഭൗതിക ലോകമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈശ്വരൻ അങ്ങനെ സൃഷ്ടി ഇതൊന്നുമില്ല, അത് നിർഗുണമാണ്. അപ്പം മായയാൽ ഭേദേന കാണുന്നുവോ, അപ്പം മായ കൊണ്ടാണ് ബ്രഹ്മാദി ദേവകൾ പോലും പലതായി നോക്കിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ബ്രഹ്മാവ് പലതരം സൃഷ്ടിക്കുന്നത്. മായയിലകപ്പെട്ടിട്ട് ചക്കയുണ്ടാക്കും, മാങ്ങയുണ്ടാക്കും, ഒന്ന് നീട്ടിട്ടുണ്ടാക്കിയാണെങ്കിൽ മറ്റേ വളഞ്ഞിട്ടുണ്ടാക്കും, ഒന്നിൻ്റെ അണ്ടി അകത്തെടുത്ത് വെക്കും, മറ്റേൻ്റെ അണ്ടി എടുത്ത് പുറത്ത് വെക്കും. ഇങ്ങനെയെല്ലാം സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭേദഭാവം കൊണ്ട്. ആ മായയെ, ഇതിൻ്റെ എല്ലാം പിന്നാലെ കാണുന്ന ആ മായയെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ആ മായ എന്താണ്, ഈ മായ കൊണ്ടുള്ള കളി എന്താണെന്ന് മനസ്സിലാക്കണം. അതേ എനിക്ക് കാണാൻ ആഗ്രഹമുള്ളൂ. അത് മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. ഇനി 8, 9 അല്ല 7 സൂതൻ
ഇപ്രകാരം മാർക്കണ്ഡേയൻ സ്തുതിച്ചപ്പോൾ സന്തോഷിച്ച നാരായണൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അപ്രകാരം ആകട്ടെ എന്ന് പറഞ്ഞ് ബദരികാശ്രമത്തിൽ ചെന്നു. 8:9 പറയുകയാണ്, ആ മാർക്കണ്ഡേയ മുനി മായാദർശനം, അപ്പോൾ എനിക്ക് മായാദർശനം, മായ എന്താണെന്ന് കാട്ടിത്തരും എന്നുള്ള വിശ്വാസത്തോടുകൂടി തൻ്റെ ആശ്രമത്തിൽ തന്നെ വസിച്ചുകൊണ്ട് അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ജലം, ഭൂമി, വായു, ആകാശം എന്നിവയാൽ എല്ലാം ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ട് കാണുന്നതിൻ്റെ എല്ലാം അദ്ദേഹം എന്തിനെയാണ് ദർശിക്കുന്നത്? ശ്രീഹരിയെയാണ് ദർശിച്ചിരിക്കുന്നത്. നമുക്കതിന് പറ്റണം. അതാണ് സനാതന ധർമ്മം. ഒരു ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും സ്ത്രീയായാലും ആർത്തമുള്ള സ്ത്രീയായാലും എല്ലാം ബ്രഹ്മമായി, അല്ലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ആരായാലും അതിൽ ഒരേ ഈശ്വരനെ കാണാൻ ശ്രമിക്കണം. ഈശ്വരനല്ല, ബ്രഹ്മത്തെ കാണാൻ പറ്റണം. അതാണ് നമ്മുടെ ശരിയായ സനാതന ധർമ്മം. എല്ലാം ശ്രീഹരിയെ ധ്യാനിച്ചുകൊണ്ട് മനോകൽപ്പിതമായ ദ്രവ്യങ്ങളാൽ പൂജിച്ച് ആ ശ്രീഹരിയിൽ ഇതാ ഞാൻ പൂവർപ്പിക്കുന്നു, ഇതാ ഞാൻ പാലർപ്പിക്കുന്നു, ഇതാ ഞാൻ ഇന്നതർപ്പിക്കുന്നു, മനസ്സിലൂടെ അർപ്പിക്കുകയാണ്. അല്ലാതെ നേരിട്ട് കൊടുക്കേണ്ട, എല്ലാം അതിലേക്ക് അർപ്പിക്കുകയാണ്. എന്നിട്ടോ പ്രേമാവേശത്താൽ അങ്ങനെയുള്ള ഭക്തിയിൽ മുഴുകിയപ്പോൾ പൂജ തന്നെ അദ്ദേഹം മറന്നുപോയി. പിന്നെ അദ്ദേഹത്തിന് പൂജിക്കേണ്ട ചിന്തയുമില്ല. യഥാർത്ഥ ഭക്തന് മനസ്സ് ശ്രീഹരിയിൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പൂജ? ഒരു പൂജേൻ്റെ ആവശ്യമില്ല. അദ്ദേഹം മറന്നുപോയി. ആ ഭക്തി മൂത്തപ്പോൾ പിന്നെ പൂജിക്കാൻ തന്നെ മറന്നുപോയി. ആ ശ്രീഹരിയിൽ തന്നെ ലയിച്ചങ്ങനെ നിന്നു. അതേ വേണ്ടു. ബാക്കിയുള്ളതെല്ലാം 10. ആ മുനി പുഷ്പഭദ്ര എന്ന നദിക്കരയിൽ ഇരിക്കുമ്പോൾ വൈകുന്നേരം നല്ല കാറ്റ് വീശി. വൈകുന്നേരമായപ്പോൾ ഭയങ്കര കാറ്റടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? പ്രളയം എങ്ങനെയാണ് സംഭവിക്കുക എന്ന്. ഏത് പ്രളയമാണിത്? 6ാമത്തെ മന്വന്തരത്തിൽ നിന്ന് നമ്മളെത്തിയ 7ാമത്തെ മന്വന്തരമല്ല. ഇദ്ദേഹം 6ാമത്തെ മന്വന്തരത്തിലാണ് നിന്ന് 7ലെത്തുന്ന കാര്യമാണ് പറയുന്നത്. അല്ലാതെ കൽപ്പാന്തകാലത്തിലുള്ള പ്രളയമല്ല. അവിടെ എല്ലാം ബ്രഹ്മത്തിൽ പോയിലേക്ക്. അതാണ് കാട്ടിക്കൊടുക്കാൻ പോകുന്നത്. 11 ഭയങ്കര ശബ്ദത്തോടു കൂടി വീശിയ കാറ്റിനെ തുടർന്ന് ഘോരമേഘങ്ങൾ ഉത്ഭവിച്ചു. ഭയങ്കര മേഘങ്ങളുടെ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഭൂമി വരണ്ടും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിവിടെ കാണിച്ചിട്ടില്ല. അപ്പം ഘോര ശബ്ദത്തോടു കൂടി വീശുന്ന കാറ്റിനെ തുടർന്ന് ഘോരമേഘങ്ങൾ ഉത്ഭവിച്ചു. മിന്നലോടെ ഗർജിച്ചുകൊണ്ട് തടിച്ച മഴത്തുള്ളികൾ വർഷിക്കാൻ തുടങ്ങി. അപ്പോൾ 4 ഭാഗത്ത് 12 4 ഭാഗത്തു നിന്നും ഭയങ്കരമായ തിരമാലകൾ ആ ഭൂമിയെ മുഴുവൻ വിഴുങ്ങി. ഭൂമിയെല്ലാം വെള്ളത്തിലാണ്ടുപോയി. മുനി തന്നോടുകൂടി ജരായുജം, അണ്ടജം, ഉദ്ഭജം, സ്വേദജം, അങ്ങനെ പലതരത്തിൽ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ജീവികൾ, എല്ലാതരം ജീവികളും, പ്രസവിക്കുന്നയായാലും മുട്ടയിൽ നിന്ന് വരുന്നയാലും വേർപ്പിൽ നിന്ന് വരുന്നയാലും എല്ലാം ലോകവും, അതോടുകൂടി ഈ ലോകം ഒന്നടക്കം 14 ലോകങ്ങളും ഭൂമി, ആകാശം എല്ലാം കടന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം മുങ്ങി. ജലത്താൽ കഠിനമായ മിന്നലെല്ലാവരും കൂടിയ ഭൂമിയെ മൂടിയതായി കണ്ട് ഭയക്രാന്തനായ അദ്ദേഹം ഭയന്നുപോയി. ഭൂമി മുഴുവൻ വെള്ളത്തിൽ മൂടിയിരിക്കുന്നു. അദ്ദേഹം മായയിൽ കാണുകയാണ്. എല്ലാം മൂടിയതായിട്ട് അങ്ങേർക്ക് ദർശിക്കുകയാണ്. അതാണ് പ്രളയം വരുമ്പോൾ പ്രപഞ്ചം ഒന്നടക്കം 14 ലോകങ്ങളും വെള്ളത്തിൽ, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഓരോ ദേശത്ത്, ഇവിടെ ഭൂമിയെ വിഴുങ്ങുന്നു, അതേപോലെ സൂര്യനും എല്ലാം കത്തിജ്വലിച്ചില്ലാതെയാണ്, വെള്ളത്തിൽ മൂടിപ്പോകും. ഇത് കത്തിജ്വലിച്ചില്ലാതായില്ല, ആദ്യം പ്രളയമുണ്ടായിട്ട് മൂടുന്ന കാര്യമാണ് പറയുന്നത്. 15 3 ലോകത്തിലും ഇരിക്കുന്ന പ്രാണികളും സ്വർഗത്തിലെ ദേവന്മാരും എല്ലാം പോയി. നമ്മൾ ഈ ആരാധിക്കുന്ന ദേവന്മാരെല്ലാം ഉണ്ടല്ലോ, ഇന്ദ്രന്, അഗ്നി എല്ലാം പോയി.
ജ്യോതിർഗോളങ്ങളും ദിക്കുകളും മുങ്ങിപ്പോയി. മുനിയാകട്ടെ തനിച്ചു തന്നെ ജട പിരിച്ച് ജടയെല്ലാം പിടിച്ച് വലിച്ച് അറിവില്ലാത്തവനെ പോലെ അവൻ്റെ അറിവെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടോ അറിവില്ലാത്തവനെ പോലെയും കുരുടനെ പോലെയും ചുറ്റി അലഞ്ഞു. അറിവില്ലാത്തവനെ പോലെയും കുരുടനെ പോലെയും ചുറ്റി അലഞ്ഞു. 16 വിശപ്പും ദാഹത്താലും പീഡിതനായും വലിയ മത്സ്യങ്ങളാലും തിമിംഗലങ്ങളാലും ഉപദ്രവിക്കപ്പെട്ടതിനായാലും വെള്ളം മൂടിയപ്പോൾ മത്സ്യം തിമിംഗലം വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. അലകൾ അടിക്കപ്പെട്ടവനായും അലയെല്ലാം വന്നിട്ട് നേത്തടിക്കുകയാണ്. കൂരിരുട്ടിനാൽ ചുഴലുന്നവരായും കൂരിരുട്ടിൽ ചുറ്റിക്കറങ്ങിയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ക്ഷീണിതനായ അദ്ദേഹം ദിക്കും ഭൂമിയും ആകാശവും തിരിച്ചറിയാത്തവനായി ക്ഷീണിച്ച് അവന് ദിക്കു അറിഞ്ഞൂടെ, ഒന്നുകൂടെ ചുറ്റും വെള്ളം, ഭൂമിനെ ഒന്നും കണ്ടുകൂടാ. അവന് അനുഭവപ്പെടുന്നതാണ് 17. ഒരു സമയത്ത് കുഴിയിൽ പെടുന്നു. ആ ചുഴി വെള്ളത്തിൻ്റെ ചുഴിപ്പെടുന്നു. ഒരിക്കൽ അലകൾ പ്രഹരിക്കുന്നു, അലകൾ വന്ന് അടിക്കുന്നു ഇവൻ്റെ മുഖത്ത്. മറ്റൊരിക്കൽ ഒന്നോടും കൂടി ഏറ്റുമുട്ടി കലഹിക്കുന്നു. അവൻ്റെ മേലെ വന്നിട്ടാണ് 2 തിരമാലകൾ വന്നിട്ട് അടിച്ച് കലഹിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത്. പിന്നെയോ ജലജന്തുക്കളാൽ താൻ ഭക്ഷിക്കപ്പെടുന്നു. ജലജന്തു എല്ലാം വന്നിട്ട് കടിച്ച് ഓരോന്ന് തിന്നാൻ തുടങ്ങിയാണ്. 18 ചിലപ്പോൾ ശോകത്തെയും ചിലപ്പോൾ മോഹത്തെയും ചിലപ്പോൾ ദുഃഖത്തെയും ചിലപ്പോൾ സുഖത്തെയും ചിലപ്പോൾ ഭയത്തെയും ചിലപ്പോൾ വ്യാധിയെയും ബാധിക്കപ്പെട്ടവനായി മരണത്തെപ്പോലും പ്രാപിക്കുന്നു. ഇതെല്ലാം അയാൾക്ക് അനുഭവപ്പെടുകയാണ്. ചില ദുഃഖം, ചിലപ്പം സുഖം, ചിലപ്പം ദുഃഖം. അതായത് സുഖ ദുഃഖങ്ങളെല്ലാം ഇതിൽ ഇടകലർന്ന ഒരു സംസാരമാണ് അവസാനം ഇങ്ങനെ പ്രളയത്തിലൂടെ പോകുന്നത്. ചിലപ്പോൾ മരണവും അദ്ദേഹം ദർശിക്കുന്നു, എല്ലാം കാണുന്നു. അത് ഇതെല്ലാം സുഖദുഃഖങ്ങളെല്ലാം മായയാൽ ഉണ്ടാകുന്നതാണ്. മായാസമുദ്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി 19 വിഷ്ണുമായാൽ മറക്കപ്പെട്ട മനസ്സോടെ, അദ്ദേഹത്തിൻ്റെ മനസ്സാണ് വിഷ്ണുമായാൽ മറക്കപ്പെട്ടത്. മനസ്സിലാണ് ഇത്തരം ഫീലിങ്ങുകളെല്ലാം. ചിലപ്പോൾ സുഖം തോന്നും, ചിലപ്പം ദുഃഖം തോന്നും, ചിലപ്പം മരണം പിടിപ്പെടുന്നതായിട്ട് തോന്നും. ഇതെല്ലാം അവന് അനുഭവപ്പെട്ടോട് ആ കടലിൽ ചുഴന്നുകൊണ്ടിരിക്കുമ്പോൾ 100,000 കോടി വർഷങ്ങൾ കഴിഞ്ഞു പോയതായിട്ട് അദ്ദേഹം തോന്നുന്നു. ഈ പ്രപഞ്ചം മഹാപ്രളയത്തിൻ്റെ ശേഷമുള്ള പ്രളയമാണ്. അതായത് കൽപ്പാന്തകാലത്തിലെ പ്രളയമാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് 100,000 കോടി വർഷങ്ങൾ കഴിഞ്ഞു പോയതായി അദ്ദേഹത്തിന് തോന്നി. അതായത് കൽപ്പാന്തത്തിലെ പ്രളയമാണ്. കൽപ്പാന്തം വരെ ഇങ്ങനെ പോയിട്ടാണ് ഈ പ്രളയം സംഭവിക്കുന്നത്. 20 ആ പ്രളയക്കടലിൽ ചുഴലുന്ന ആ മുനി ഭൂമിയുടെ ഉയർന്ന ഒരു തുരുത്തിൽ പഴങ്ങളാലും തളിരിരകളാലും ശോഭിക്കുന്ന ഒരു ചെറിയ ആൽമരത്തെ കണ്ടു. അപ്പം ദൂരത്ത് ഒരു മാർഗമാക്കി ഇങ്ങനെ കുറച്ച് മണ്ണ് തുരുത്തുണ്ട്. തുരുത്തുമ്മൽ ഒരു ആൽമരം വളർന്നിട്ടുണ്ട്. ആ ആൽമരം അവിടെ അദ്ദേഹം കണ്ടു. നല്ല പൂത്തിട്ട് നിൽക്കുന്ന ഒരു ആൽമരം. 22, 23, 24, 25, 26 ബ്രാഹ്മണനിൽ ശ്രേഷ്ഠനായ മാർക്കണ്ഡേയൻ. ആരാണപ്പം ബ്രാഹ്മണൻ? വേദങ്ങളെല്ലാം പഠിച്ച് പ്രപഞ്ചത്തിലെ സയൻസ് മുഴുവൻ പഠിച്ച വ്യക്തി. വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ സയൻസ്. ഇതെല്ലാം പ്രപഞ്ച രഹസ്യമാണ്, പ്രപഞ്ചത്തിലെ സൃഷ്ടി രഹസ്യങ്ങളാണ്. ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം നാളെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അത് വേദത്തിലൂടെ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇതെല്ലാം സയൻസ് അല്ലാതെ വേറൊന്നുമല്ല, 100% സയൻസ്. അതെല്ലാം മനസ്സിലാക്കിയ വ്യക്തിയാണ് ബ്രാഹ്മണൻ.
അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കിയ മുനീനെയാണ് നാളെ. അവരിലൂടെയാണ് വേദങ്ങൾ പുറത്തേക്ക് വരേണ്ടത്. ആ മാർക്കണ്ഡേയൻ മരതകരത്നങ്ങൾ പോലെ ശ്യാമളവർണ്ണവും പ്രകാശിക്കുന്ന മുഖകാന്തിയും, പിന്നെ ആ കൊച്ചിൻ്റെ വർണ്ണനയാണ് ശംഖു പോലെയുള്ള കണ്ഠവും. വിട്ടുവിട്ടാണ് പറയുന്നത് ഇതെല്ലാം, പിന്നെ പടത്തിലെല്ലാം നമുക്കറിയുന്നില്ല. വിരിഞ്ഞ മാരടം, സുന്ദരമായ നാസിക, സുന്ദരമായ പുരികക്കൊടി, ശ്വാസവായുവിൽ മുടികളെല്ലാം ശ്വസിക്കുമ്പോഴും മുടികളെല്ലാം കാർക്കൂന്തലെല്ലാം ഇങ്ങനെ പാടിക്കളിക്കുന്നുണ്ട്. പവിഴ സദൃശമായ അധരം, അമൃതതുല്യമായ പുഞ്ചിരി, താമരതലം പോലെയുള്ള കണ്ണുകൾ, മനസ്സിനെ ആകർഷിക്കുന്ന പുഞ്ചിരിയോടുകൂടിയ ദൃഷ്ടി, അരയാലിലെ പോലെയുള്ള ഉദരം, ഇരു കഥകളിലും രണ്ട് കാലും പിടിച്ചിട്ട്, ചെറിയ കുട്ടിയല്ലേ, രണ്ട് കൈകൊണ്ട് കാല് പിടിച്ചിട്ട് വായിൽ ഈമ്പുന്ന നേരത്തിൽ പാൽ കുടിക്കുന്നു, തള്ളവിരൽ ഇരും, അതെല്ലാം നമുക്ക് ഭാവനയിലൊക്കെ ഉണ്ടാകും. മുഖത്ത് വെച്ച് പാനം ചെയ്യുന്നത് പോലെയുള്ള കുഞ്ഞിനെ കണ്ട് അത്ഭുതപ്പെട്ട്, ആ കുഞ്ഞിനെ അങ്ങനെയെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം തീർന്നു. അതുവരെ വെള്ളത്തിൽ മുങ്ങിക്കളിച്ച ആ കക്ഷിയുടെ ക്ഷീണമെല്ലാം തീർന്നു. ഇനി രോമാഞ്ചത്തോടുകൂടി അദ്ദേഹം ആ കുഞ്ഞിനോട് സംസാരിക്കുവാൻ അടുത്തിയെന്ന്. അദ്ദേഹം ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് തന്നെ ആ കുഞ്ഞിനോടൊന്ന് സംസാരിച്ച് കളയുന്നു. അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം പോയി. 27. അതിനു മുമ്പ് അവൻ അടുത്ത് സംസാരിക്കാൻ ചെല്ലുന്നതിനെപ്പറ്റി മുമ്പ് കുഞ്ഞിൻ്റെ ശ്വാസം, കുഞ്ഞ് ശ്വസിക്കുന്ന ശ്വാസത്താൽ അവൻ മൂക്കിലൂടെ കയറിയിട്ട് കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ചെന്നു, ശരീരത്തിൽ പ്രവേശിച്ചു. എങ്ങനെ? ഒരു കൊതുക് നമ്മുടെ മൂക്കിലൂടെ കയറി പോകുന്ന പോലെ. ശ്വസിക്കുമ്പോൾ കൊതുകെന്ന് കയറിപ്പോകല്ലോ, അതുപോലെ ഇവനങ്ങ് അകത്ത് കയറിപ്പോയി, ആ കുഞ്ഞിൻ്റെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ ഈ ലോകം പ്രളയത്തിന് മുമ്പ് എന്ന പോലെ സ്ഥിതി ചെയ്യുന്നതായി കണ്ടു. അതിൻ്റെ ഉള്ളിലെന്തുണ്ട്? ഇവൻ ഇതുവരെ കണ്ട ലോകം അതിൻ്റെ അകത്ത് കിടക്കുകയാണ്, കുഞ്ഞിൻ്റെ അകത്ത്, ഈ ചെറിയ കുഞ്ഞിൻ്റെ അകത്ത്. ആയതിനാൽ അത്ഭുതപ്പെട്ടു അദ്ദേഹം മൂർച്ഛിച്ചു പോയി. പുറത്തുള്ളത് ഈ ചെറിയ കുഞ്ഞിൻ്റെ അകത്ത് കിടക്കുകയാണ് ഈ പ്രപഞ്ചം. അരയാലിൻ്റെ ചെറിയൊരു ഇലയിലാണ് ഈ കുഞ്ഞിനെ കണ്ടിരിക്കുന്നത്. ഇതിലൂടെ എന്ത് ശാസ്ത്രതത്വമാണ് പറയുന്നത്? പ്രപഞ്ചം വലിയൊരു അലയാളുമായി വ്യാപിച്ചു കിടക്കുകയാണ്. പ്രപഞ്ചം അതിലും എത്രയോ ആണ്, ബ്രഹ്മത്തിൻ്റെ അളവ് പറയാൻ പറ്റില്ല. ബ്രഹ്മം എന്ന് സാഗരമായിട്ട് ഭയങ്കര എന്തോ. അതിലൊരു ദ്വീപിലുള്ള ചെറിയ അരയാൽ, ആ അരയാലിൻ്റെ ഒരു ഇലയിൽ ഉള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഏതുണ്ട്? ഈ എല്ലാ പ്രപഞ്ചവും ഉണ്ട്. ഈ പറഞ്ഞതിനർത്ഥം നമ്മൾ ഒരു ചേന എടുക്കുക, ചേനയിൽ എന്തുണ്ട്? ആ ചേനയിലുള്ള ചെടിയുടെ, വളർന്നു വരുന്ന ചെടിയുടെ എല്ലാ ഘടനയും ഉണ്ട്. ആ ചേനയിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് വരും, ചേനയായി വരും. ആവശ്യമെല്ലാം കഴിയുമ്പോൾ പിന്നെ ഉരുകി ആ ശരീരം അങ്ങ് ഇല്ലാതാവും, ഉള്ളിൽ തന്നെ പോകും. അത് പിന്നെയും വരും. അപ്പം ഇതിൻ്റെ സത്ത എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. ഇതുപോലെയാണ് വിശാലമായ ലോകത്തിൽ ഒരു കുഞ്ഞിന് സമാനം, ഒരു അരയാലിൻ്റെ ഇലയിലെ ഒരു കുഞ്ഞിന് സമാനമാണ് ഈ പ്രപഞ്ചമുള്ളത്. അതാണ് വിരാട രൂപത്തിൽ കാലിൻ്റെ അറ്റത്തിൽ ഒരു പൊടി എന്നെല്ലാം പറഞ്ഞതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചതാണ്. അതിലാണ് ഈ പ്രപഞ്ചമുള്ളത്. അതിൽ നിന്ന് ആ സത്ത ആ വിത്തിലുണ്ട്. വിത്തിൽ നിന്ന് പുറത്തേക്ക് വരും, അകത്തേക്ക് വരും, പുറത്തേക്ക് വരും, അകത്തേക്ക്. ഇതാണ് അതിൽ സുഖദുഃഖങ്ങളിലുള്ള ജീവജാലങ്ങൾ. ഇങ്ങനെയാണ് ഈ മായയിലൂടെ സൃഷ്ടി നടത്തുന്നതെന്നാണ് ഈ കഥയിലൂടെ പറഞ്ഞു തരുന്നത്. അത്രയേ ഉള്ളൂ.
അദ്ദേഹം മൂർച്ഛിച്ചു. 28 എന്തെല്ലുണ്ട്? ആകാശമുണ്ട്, സ്വർഗമുണ്ട്, ഭൂമിയുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, മലങ്ങളുണ്ട്, സാഗരങ്ങളുണ്ട്, ദ്വീപുകളുണ്ട്, ദേവന്മാരുണ്ട്, അസുരന്മാരുണ്ട്, പുഴയുണ്ട്, ഇടയന്മാരുടെ കുടിലുകളുണ്ട്, ആശ്രമമുണ്ട്, വർണ്ണങ്ങളുണ്ട്, ധർമ്മങ്ങളുണ്ട്, മഹാഭൂതങ്ങളുണ്ട്, യുഗങ്ങളുണ്ട്, മഹാകാലമുണ്ട്. എല്ലാം മാർക്കണ്ഡേയൻ അതിൻ്റെ അകത്ത് കണ്ടു. അദ്ദേഹം കാണാതെ ഒന്നുമില്ല, എല്ലാം അതിൻ്റെ അകത്ത് കണ്ടു. 30 ഹിമാലയ പർവ്വതത്തിലെ പുഷ്പവനു അവിടെ അദ്ദേഹം കണ്ടു. തൻ്റെ ആശ്രമത്തെ അദ്ദേഹം അതിൻ്റെ അകത്ത് കണ്ടു. അവിടെ ഋഷികളെല്ലാം ചുറ്റുമുണ്ട് ആശ്രമത്തിൽ. ഇവയെല്ലാം കണ്ടിട്ടിരിക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തെ അല്ല അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അകത്ത് കണ്ടു. അതിൻ്റെ അകത്ത് അങ്ങനെ ചിലപ്പോൾ അന്യം കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാനത്ര അറിയുന്ന വ്യക്തിയൊന്നുമല്ലല്ലോ. പക്ഷേ മാർക്കണ്ഡേയൻ അങ്ങനെ ഒരുത്തൻ അവിടെ ഇരിക്കുന്നുണ്ടായിട്ട് കണ്ടിട്ടുണ്ടാവും, കസേരയിൽ ഇരിക്കുന്നതായിട്ട്. എല്ലാവരെയും കണ്ടിട്ടുണ്ട്, ഈ കേൾക്കുന്നവരെ എല്ലാം കണ്ടിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് അദ്ദേഹം. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ കേസിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ടയല്ലേ എടുക്കുള്ളൂ. 31, 32 അല്ല അതിൽ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കെ ആ കുഞ്ഞിൻ്റെ ഉച്ഛ്വാസവായുവിൽ ആ കുഞ്ഞൊന്ന് ശ്വാസം വെളിയിലേക്ക് വിട്ടപ്പോൾ ഇദ്ദേഹവും വെളിയിലേക്ക്, ഈ സമുദ്രത്തിലേക്ക്, ഈ യഥാർത്ഥ ലോകത്തിലേക്ക്, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നിടത്തേക്ക് വന്നു പതിച്ചു. ഉള്ളിൽ കയറിയിട്ട് ശ്വാസം എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് കയറി, ശ്വാസം വിട്ടപ്പോൾ പുറത്തേക്ക് ചാടി. ഏതുപോലെ ചേനേൻ്റെ അടുത്ത് ചെടി പുറത്തേക്ക് വരുന്ന, പിന്നെ ഉള്ളിലേക്ക് പോകുന്ന വഴി. ഒരു 10 നില കെട്ടിടമുണ്ടെന്ന് വെച്ചോളൂ ഭാവനയിൽ. 10 നില കെട്ടിടത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മുറിയിൽ ഒരു പ്ലാൻ ഉണ്ടാകും, വീട്ടിൻ്റെ പ്ലാൻ. യഥാർത്ഥത്തിൽ ആ പ്ലാനാണ് ഈ കെട്ടിടമായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. പക്ഷേ അതിൻ്റെ മൂലക്കത്തിൽ കിടക്കുകയാണ്. ഇതേപോലെ കാണണം. നമ്മുടെ ജനിതക ഘടനയിൽ ആദ്യം ഉണ്ടാകുന്ന അണ്ടവും ബീജവും കൊടുത്ത് അതിൽ നിന്നുള്ള ആ സത്താണ് നാമായിട്ട് വരുന്നതും ഇതേപോലെ. അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കോപ്പി പ്ലാൻ എന്ന നിലയിൽ എന്തിൽ കണ്ടു? ആ കൊച്ചിൻ്റെ അകത്ത്, ഉദരത്തിൽ കണ്ടു. അതാണ് പുറത്തേക്ക് വരുന്നതും അകത്തേക്ക് പോകുന്നത്. ഇതാണ് മായയിലൂടെ സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞു കൊടുത്തത്. ആ രൂപത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും കണ്ടുകൊള്ളുക. 31, 32 ആ പ്രളയ സ്ഥലത്ത്, ഉയർന്ന സ്ഥലത്ത്, ഒരു കുറച്ച് ഉയർന്ന സ്ഥലത്ത് ആ ആൽമരത്തിലെ ഒരിലയിൽ ശയിക്കുന്ന ആ കുഞ്ഞിനെ കണ്ട് പുഞ്ചിരിയോടുകൂടി കിടക്കുന്നത് അദ്ദേഹം കണ്ടു. പുറത്തേക്ക് വന്നപ്പോൾ പിന്നെയും പഴയ അവസ്ഥയിൽ കണ്ടു. താൻ സമുദ്രത്തിൽ, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഒരു ചെറിയ തുരുത്തിൽ ഒരാൽമരമുണ്ട്, അതിൻ്റെ ഒരു ഇലയിൽ പുഞ്ചിരിയോടുകൂടി ഈ കൊച്ച് കിടക്കുകയാണ്. കിടന്ന് ദൃഷ്ടിയിൽ തൻ്റെ കണ്ണിൽ പതിച്ച ആ രൂപത്തെ അദ്ദേഹത്തിന് എന്തു തോന്നിയപ്പം ആ കുട്ടിയൊന്ന് എടുത്ത് ആലിംഗനം ചെയ്യണമെന്ന് വെച്ച് അദ്ദേഹം അടുത്ത് ചെന്നതിനെ ആലിംഗനം ചെയ്യാൻ വേണ്ടി അടുത്ത് ചെന്നപ്പോൾ അതിനിടയിൽ 33 സാക്ഷാൽ യോഗേശ്വരനായ മനസ്സിൽ വസിക്കുന്ന ഭഗവാൻ, അത് ഇതെല്ലാം എവിടെ തന്നെയുണ്ട്? ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, മനസ്സിൽ തന്നെയുണ്ട്. മനസ്സിൽ വസിക്കുന്ന ഭഗവാൻ ഇതിനെ പുറത്തു പോയി തത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം തന്നെയാണ് നമ്മളെ ഉള്ളിലുള്ളത്. ആ കക്ഷി ആരിലും ഉണ്ട്, നമ്മിലും ഉണ്ട്. അപ്പോൾ ഈ മനസ്സിൽ ഭാവനയിലൂടെയാണ് ഇത് അദ്ദേഹം ഇതെല്ലാം ആയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടത്. ഉടൻ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് മറഞ്ഞു കളഞ്ഞു. ഇത് ഈ കൊച്ചു പിന്നെ ആലിംഗനം ചെയ്യാൻ പോകുമ്പോഴേക്ക് മറഞ്ഞുപോയി. പിന്നെയോ അവൻ 34 അവൻ മറഞ്ഞ ശേഷം
ആ താമര ആലിലയും ജലവും പ്രളയവുമെല്ലാം ഒരു ക്ഷണം കൊണ്ട് മറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം അങ്ങ് അപ്രത്യക്ഷമായി. താൻ തൻ്റെ ആശ്രമത്തിൽ മുൻപിലെത്തെ പോലെ ഇരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം മുഴുവൻ മാർക്കണ്ഡേയന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് പ്രപഞ്ചമുണ്ടാകുന്നത്. ഇത് ആർക്ക് പറഞ്ഞു തരികയാണ്? ഈ ഒരു മാർക്കണ്ഡേയൻ്റെ കഥയിലൂടെ പ്രളയം എങ്ങനെയാണെന്നും ഉള്ള സത്യമെല്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെയുള്ള പ്രളയം എപ്പോഴും നടക്കുന്നതാണ്? അവസാനത്ത് നടക്കുന്നതാണ്. ഈ കാണിച്ചു തന്നത് സൃഷ്ടിയും അവസാനമുള്ള കൽപ്പാന്തത്തിലുള്ള പ്രളയവുമാണ്. അത് ബുദ്ധിമാന്മാർക്ക് മാത്രം. ഈ മാർക്കണ്ഡേയൻ ആരാണ്? യഥാർത്ഥത്തിൽ 6ാമത്തെ മന്വന്തരത്തിൽ നിന്ന് 7ാമത്തെ മന്വന്തരത്തിലേക്ക് വന്ന വ്യക്തിയാണ്. അതിനെ അതിജീവിച്ച് വന്ന വ്യക്തിയാണ്. പക്ഷെ അന്ന് ലോകം ഇതേമാതിരി ഒന്നിച്ചില്ലാതാകുന്നില്ല. അത് കൽപ്പാന്തത്തിലെ, അതാണ് കാണിച്ചു കൊടുത്തത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ബോട്ടിലും റോക്കറ്റിലും എല്ലാം കയറിയിട്ട് രക്ഷപ്പെട്ടിട്ട് പുതിയ തലമുറകളെ സൃഷ്ടിക്കാം. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുപോയി. ഈ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഈ സത്യമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. പ്രളയ സമയം നമുക്ക് രക്ഷപ്പെടാം. അത് 6ാമത്തെ മന്വന്തരത്തിൽ നിന്ന് 7ാമത്തെ മന്വന്തരത്തിലുള്ളതാണ് ഈ മാർക്കണ്ഡേയനിലൂടെ പറഞ്ഞത്. അത് മനുഷ്യന് രക്ഷപ്പെടാം, ശേഷിക്കും. അത് തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞത്. എല്ലാവരും മരിച്ചിട്ടും ലോകത്തിൽ പ്രളയമെല്ലാം ഉണ്ടായി, എല്ലാം നശിച്ചിട്ടും ഈ കുട്ടി മാത്രം രക്ഷപ്പെട്ടു. അതെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെല്ലാം ഭഗവാന്റെ മായയിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഭഗവാൻ നിസ്സാരമായ കാര്യങ്ങളാണ്. മാർക്കണ്ഡേയനെ പോലെ ചിരഞ്ജീവിയായിട്ട് കുറച്ച് മനുഷ്യർ വീണ്ടും അവർ നശിക്കില്ല, അവർ ചിരഞ്ജീവികളാണ്. അവരെങ്ങനെയല്ലോ ഒരു ഭഗവാൻ രക്ഷിച്ചിട്ട് ബോട്ടിൽ കയറിയിട്ടോ പെട്ടകത്ത് കയറിയിട്ടോ റോക്കറ്റ് കയറിയിട്ടോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് അവരിലൂടെ അടുത്ത മന്വന്തരം മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ള ആശയമാണ് ഇവിടെ തരുന്നത്.